ഇന്നത്തെ ദിവസം നല്ലൊരു സൺറൈസ് കണ്ടുകൊണ്ട് തന്നെ തുടങ്ങാൻ പറ്റി. നാളെ കുട്ടൂൻ്റെ ചോറൂണാണ്. അപ്പോൾ ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും അനിയനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് പണിയുണ്ട്. നമുക്ക് പണിയെടുക്കാൻ എനർജി വേണ്ടേ? അപ്പോൾ ഫുഡിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്നും എൻ്റെ ഡേ ഇങ്ങനെ തന്നെ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ക്രഷ് ചെയ്ത നട്ട്സാണ്. മുൻപ് ഹെയർ ഫോൾ വന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ പ്രഗ്നൻസിയിലും അടുപ്പായി. ഇപ്പോൾ പോസ്റ്റ് പാർട്ടം ഹെയർ ഫോൾ വന്നപ്പോൾ പിന്നെയും തുടങ്ങി. നമുക്കൊരു സാമ്പാർ തട്ടിക്കൂട്ടണം. സാധനങ്ങൾ എത്തിയാലേ നോൺ വെജിൻ്റെ പണി നടക്കുള്ളൂ. എൻ്റെ അടുക്കള പണിയുടെ സൈഡായിട്ട് സ്കിൻ കെയറും എക്സസൈസും ഒക്കെ നടക്കും കേട്ടോ. ഇതിപ്പോൾ നാൽപ്പാമ്പരാതി ഇട്ടതാണ്. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ഇതിനൊക്കെ ഇപ്പോൾ ഭയങ്കര ടൈം കുറവാണ്. അങ്ങനെ എൻ്റെ പണി പകുതി വഴിയിലായപ്പോഴത്തേക്ക് അവരെത്തി കേട്ടോ. ഇതാണ് എൻ്റെ അനിയൻ. കുട്ടൂനെ കളിപ്പിച്ചുകൊണ്ടാണ് അമ്മേൻ്റെ വരവ്. അതിൻ്റെ അകത്തേക്കാണ് നോക്കുന്നത്, ഫോണിൻ്റെ അകത്തേക്ക്. അപ്പോൾ ഇനി ഇന്നത്തെ ഫുഡ് കണ്ടാലോ. കാബേജ് ഉപ്പേരിയുണ്ട്, കക്ക റോസ്റ്റ് ഉണ്ട്, സ്രാവ് പൊരിച്ചതുണ്ട്, സാമ്പാറുണ്ട്, സ്രാവ് കറിയുണ്ട്. ഇത് അമ്മ വന്നിട്ടുണ്ടാക്കിയതാട്ടോ. ഒരു മുളക് ടൈലക്കറി കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല കേട്ടോ. അച്ഛനും സിനിമ കാണുന്നതിൻ്റെ കൂടെ ഒരു നൈറ്റ് ഡ്യൂട്ടി കിട്ടി, മൊസ്കിറ്റോ ഹണ്ടിങ്. കുട്ടൂനെ നോക്കാൻ ആൾക്കാരായപ്പോൾ ഞാൻ ഫ്രീ ആയി. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്, ഒരു ഫ്രഷ് എയർ കിട്ടിയ പോലെ. കുട്ടൂന് കളിക്കാൻ മാമനെ കിട്ടി. കുറച്ച് എക്സ്പ്രഷനും ആക്ഷനും ഒക്കെ ഇട്ട് കളിക്കുന്ന ഒരാളെ കിട്ടിയ പിന്നെ ചെക്കനത് മതി. അമ്മ റെസ്റ്റിലല്ല കേട്ടോ. അമ്മ സാരിക്ക് പ്ലേറ്റ് ഇട്ട് നാളത്തേക്കുള്ള പണി തീർത്ത് വയ്ക്കുക. എനിക്ക് ഇത്രയായിട്ടും സാരി മര്യാദയ്ക്ക് ഉടുക്കാൻ അറിയില്ല കേട്ടോ. ചിലപ്പോൾ വീട്ടിൽ നിന്ന് നന്നായിട്ട് ഉടുക്കും, പക്ഷെ കാര്യമായിട്ട് എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഞാൻ അതുകൊണ്ട് കളിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ വണ്ടി വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. വണ്ടിയിൽ എപ്പോൾ കയറിയാലും കയറിയ പാട് കുട്ടൂൻ്റെ ബോധം പോവും. ഇതിപ്പോൾ എണീറ്റിട്ടും ഒരു ശല്യം ഉണ്ടായിട്ടില്ല കേട്ടോ, പാവായിട്ടിരുന്നു. അച്ഛനെ നോക്കുന്നത്.
കുട്ടുവിൻ്റെ ടേൺ ആയപ്പോഴത്തേക്ക് തിരക്ക് കുറഞ്ഞു. അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ഫോട്ടോ കിട്ടി. ബാക്കി എല്ലാവരും 2-3 ചോറൂണ് ഒരുമിച്ച് നടത്തിയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മസാല ദോശയാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നേ. എന്താണെന്നറിയില്ല, അമ്പലത്തിൽ പോയി വന്നാൽ മസാല ദോശ കഴിച്ചാൽ ഒരു പ്രത്യേക സംതൃപ്തിയാണ്. ഒരു കാപ്പിയും വടയും കൂടെ ഉണ്ടെങ്കിലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. കുട്ടി നല്ല മോനായിട്ട് എന്നെ ഫുഡ് കഴിക്കാൻ സമ്മതിച്ചു. ഞാനൊന്നും എൻ്റെ അമ്മേനെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മൂമ്മേൻ്റെ കയ്യിലിരുന്ന് കുട്ടു നല്ല ഉറക്കാ. ഇനി ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് പോട്ടെ. ഇതാ അങ്ങനെ വീടെത്താനായി. 90 കഴിഞ്ഞത് മുതൽ ചോറൂണിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.